ഏകദേശം ഒരു വർഷക്കാലത്തോളം എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ വേറൊരു കൂട്ടുകാരുടെ വീട്ടിൽ പോയി നിൽക്കുമായിരുന്നേ. അപ്പോൾ അവിടുത്തെ ആൻറ്റിയാണ് എനിക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നെ. വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് അങ്ങ് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കേ. ആ സമയത്ത് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കും കേട്ടോ. എല്ലാം ഇങ്ങനെ ക്യൂബായിട്ടാണ് അരിയുന്നത്. ആൻറ്റി ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. വേണ്ട പച്ചക്കറികളെല്ലാം അരിഞ്ഞ് അടുക്കി ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കും. എന്നിട്ട് മസാല പുരട്ടി വെച്ച ആ ചിക്കനിലേക്ക് ഒരു കോഴിമുട്ടയും 2 സ്പൂൺ ഗോതമ്പ് പൊടിയും 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് പുരട്ടിയിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാനിവിടെ വഴറ്റി വന്നപ്പോഴത്തേക്കും വറുത്ത് വെച്ച ചിക്കൻ്റെ എണ്ണ ഓരോന്നോരോന്നായി കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ ക്യാപ്സിക്കം ഉള്ളിയൊന്നും ഇത്രയൊന്നും വഴണമെന്നില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും കുറച്ചൊന്ന് വഴണ്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആക്കിയിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള സോസുകളും കോൺഫ്ലോർ കലക്കിയ വെള്ളവും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പാകമായി വരുമ്പോൾ വറുത്ത് വെച്ച ചിക്കനും കൂടി ഇട്ടെങ്കിൽ ഇളക്കി എടുത്താൽ മതി. കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും തിക്കാക്കുന്നതിന് മുന്നേ തന്നെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടാൽ മതി കേട്ടോ.